അല്ല, നിങ്ങളെന്താ ഇത് ചിരി നിർത്താത്ത? ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്നറിയോ? ഏതിന്? ഇങ്ങനെ ചിരിക്കുന്നു. ലാഫ് എന്ന് ജനറൽ ആയിട്ട് പറയും. അതായത് ചിരി തന്നെ, ചിരിനെ സൂചിപ്പിക്കാൻ ഇംഗ്ലീഷിൽ 14ഓളം വ്യത്യസ്ത പദങ്ങളുണ്ട്. അതില് പ്രധാനപ്പെട്ട ചിലത് പറയാം. ഇപ്പൊ ഈ ചിരി ഉണ്ടല്ലോ, കുലുങ്ങി ചിരിക്കുക, അതിന് പറയുന്നത് ബെല്ലി ലാഫ് എന്നാണ്. ബെല്ലി ലാഫ്. ബെല്ലി ഡാൻസ്, ബെല്ലി ലാഫും ഉണ്ടല്ലേ? ഇതാണ് ബെല്ലി ലാഫ്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ചമ്മിയിട്ട് ചിരിക്കൂലേ? ഉദാഹരണത്തിന് ഒരു പ്രസംഗം പഠിച്ചിട്ട് പോയി, അത് പക്ഷെ പറഞ്ഞുകൊണ്ട് വന്നപ്പോ പ്രതീക്ഷിച്ച വാക്ക് കിട്ടിയില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് കഴിയുമ്പം നമ്മളൊരു ചമ്മിയ ചിരി ഇരിക്കൂലേ? ശരിയാണ്. അതിന് നമ്മൾ പറയാ ട്വിറ്റർ എന്ന് പറയും. ട്വിറ്റർ. ട്വിറ്റർ. അപ്പൊ നമ്മള് ട്വിറ്ററിങ് നടത്തുമ്പോ ഓഡിയൻസ് ബെല്ലി ലാഫായിരിക്കും അല്ലെ? പിന്നെ ഉണ്ടല്ലോ ഈ ഭയങ്കര ആവേശത്തിൽ ചിരിക്കൂല, മീൻസ് കൊടഞ്ഞിട്ട് ചിരിക്കാന്ന് പറയില്ല. ഉദാഹരണത്തിന് ശ്രീനിവാസൻ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയില് അങ്ങനെ ചിരിക്കുന്നതിന് പറയാ ഗഫോന്നാണ്. ഗഫോ. പിന്നെ അധികം പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെ സംഭാഷണത്തിനിടയ്ക്ക് മൈൽഡായിട്ട് ചിരിക്കും. മൈൽഡ് ലാഫ്. അതിന് ചക്കൾ എന്ന് പറയാം. അങ്ങനെ അങ്ങനെ അത്രയും ചിരിക്കുന്നതിന് ചക്കൾ ചെയ്യാന്ന് പറയാം. അതേസമയം ഇങ്ങനെ ഹൈ പിച്ചിൽ നമ്മൾ ഇരിക്കില്ലേ, ഇങ്ങനെ ഇരിക്കുന്നത്, അതിന് കാക്കൾ എന്നാണ് പറയുന്നത്. കാക്കൾ. പിന്നെ ഈ ചമ്മലോട് കൂടി അല്ലെങ്കിൽ നാണത്തോട് കൂടി ചിരിക്കൂലേ, അതിന് നമ്മൾ പറയാം ഗീഗിൾ എന്നാണ്. ഗീഗിൾ. പിന്നെ വേറൊന്നുണ്ട്, ഈ ആവേശം എന്ന് പറയുന്ന സിനിമയിൽ രംഗണ്ണൻ പറയുന്നില്ലേ, നമ്മളെ യുവഹങ്കയിൽ ഒരു അടിയുണ്ട് വരുന്നോ, ഇങ്ങനെ സപ്രസ്ഡ് ലാഫ്, അതിന് നമ്മൾ പറയാം സ്നിക്കർ എന്നാണ്. സ്നിക്കർ. അങ്ങനെ എത്ര ചിരികളാണ്. എത്രയാണല്ലേ? അപ്പോ ചിരിയോ ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ചിരിച്ചു മറിയുക എന്നുള്ളതാണ്.